പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ആ ഒരു ഷെരീഫും ഞാനും തമ്മിലുള്ള പ്രശ്നം അങ്ങോട്ട് ഞാൻ തന്നെ സോൾവ് ആക്കി പറഞ്ഞു ഇതാക്കി അവരോട്. അല്ല ഷാജിദ, ഇത് എവിടുത്തെ നിയമ? നീ എന്നെ പ്രശ്നമാക്കലും നീ എന്നെ സോൾവ് ആക്കലും അല്ലേ? നീ സോൾവ് ആക്കിയാൽ അവനും കൂടെ സോൾവ് ആകണം, എന്നെങ്കിൽ മാത്രമേ ഈ കാര്യം അവിടെ പൂർത്തിയാവുള്ളൂ. അല്ലാണ്ട് നീ മാത്രം പ്രശ്നമാക്കിയിട്ട് നീ എന്നെ സോൾവ് ആക്കിയത് സോൾവ് ആവും. സംസാരിച്ചു അവരോട് എല്ലാവരോടും സംസാരിച്ചു. ഷെരീഫിനോടും വൈഫിനോടും ഉമ്മാനോടും എല്ലാവരെയും കണ്ടു. ഞങ്ങൾ ടൗണിൽ വെച്ച് എല്ലാവരെയും കണ്ടു, സംസാരിച്ചു കേട്ടോ. അപ്രതീക്ഷിതമായി കണ്ടതാണ്. അപ്പോൾ സംസാരിച്ചു. നമ്മൾ എന്താ പറയുക, ആ ഒരു ഭാരം അങ്ങോട്ട് തീർത്തു, ആ ഒരു ഇത് അങ്ങോട്ട് തീർത്തു. ഈ ദുനിയാവിൽ ഒരു ശത്രുത അല്ലെങ്കിൽ ഒരു ഇത് ഇപ്പം നമ്മൾ എല്ലാം മനസ്സിൽ വെച്ചിട്ട് നോയമ്പ് നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പം അവൻ എന്നെ കുറേ പറഞ്ഞിട്ട് ഞാൻ അവനെ കുറേ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്താ പറയുക, ഇന്നത്തോടെ എല്ലാം തീർന്നു. ഓ, അപ്പം ഇവള് മനസ്സറിഞ്ഞിട്ട് ക്ഷമിച്ചതല്ല. അപ്പം ഇവള് നോമ്പ് വരുന്നതുകൊണ്ട് എല്ലാം ഒന്ന് പൊരുത്തപ്പെടിക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ഇപ്പം ഇവള് പറയുന്ന കേട്ടോ, നോമ്പിനൊന്നും ആരും വെറുപ്പൊന്നും പിടിച്ച് നിൽക്കാൻ പാടില്ലെന്ന് വിചാരിച്ചിട്ട്. അപ്പം നോമ്പ് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ സംഘർഷം ഉണ്ടാവും. നിനക്കൊരു ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ലാത്തതുകൊണ്ടാണ് നീ ഇപ്പം അവൻ്റെ ഉമ്മാനോടും ഭാര്യയോടെല്ലാം സംസാരിക്കാൻ പോയി. അവരെ പറഞ്ഞതായ വാക്ക് അവർ മരിച്ചാലും മറക്കും. ഇതുപോലെ എല്ലാവരുടെ കാര്യം എനിക്ക് അറിയില്ല. ഞാൻ നേരിട്ട് കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാ റിയാക്ഷൻ വീഡിയോസ് ആൾക്കാരും ഇതിനെതിരെ ഒരുപാട് പേരിട്ടിട്ടുണ്ട്. ആരുടെയൊന്നല്ല, എനിക്ക് പേഴ്സണലി നമ്മളെ കണ്ട് നമ്മളുടെ അടുത്ത് നമ്മൾ സംസാരിച്ചു, ഒത്തുതീർപ്പാക്കി, അത് അങ്ങനെ തീർന്നു. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾ ഒരു വീഡിയോ കണ്ടാൽ അത് സ്വാഭാവികമാണ്. ആ ഒരു വീഡിയോക്ക് റിയാക്ഷൻ ചെയ്യൽ. അതിപ്പോൾ നീ എന്തെല്ലാം പറഞ്ഞത് കാര്യം എല്ലാം നീയായിട്ട് വരുത്തി വെച്ച, നീയാന്ന് റിയാക്ഷൻ വീഡിയോക്കാർക്ക് ആ സാഹചര്യം വരുത്തി വെച്ച്. അപ്പോൾ ഞാനും ഷെരീഫും തമ്മിലുള്ള പ്രശ്നം അങ്ങനെ സോൾവ് ആക്കിയിട്ടുണ്ട്. അത് ഷെരീഫ് വീഡിയോ ഇടുമ്പോൾ കാണാം, നീ സോൾവ് ആക്കിയതാണോ അവൻ സോൾവ് ആക്കിയതാണോ. നീ ഇതേപോലെയാണ് നിൻ്റെ ഉമ്മാനെ ഇതേപോലെ പബ്ലിക്കിൽ ഇട്ട് വീഡിയോ ഇട്ട് നാറ്റിച്ചിട്ടാണ് നീ ഒരിക്കൽ നിൻ്റെ ഉമ്മാത്ത് സോൾവ് ആക്കാൻ പോയ വീഡിയോ എല്ലാവരും കണ്ടിന്, യൂട്യൂബിലില്ല കേട്ടാ. നീ സോൾവ് ആക്കി പൊരുത്തപ്പെട്ടു എന്നല്ല മറ്റേ ഉമ്മാനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുമ്പോൾ നിൻ്റെ ഉമ്മ എന്നാ പറഞ്ഞേ, ഓ പെണ്ണേന്നാ പറഞ്ഞിന്. അതുകൊണ്ട് ഷെരീഫും അതേപോലെ തന്നെ ഉണ്ടാകുക. പിന്നെ ഇനി ലൈവും കാര്യങ്ങളും ഇല്ല ഇൻഷാല്ലാ. നിങ്ങളൊക്കെ നോമ്പാണ്, എല്ലാവരും നോമ്പിൽ എന്നെ എൻ്റെ മക്കളെയും ദുആയിൽ ഉൾപ്പെടുത്തണം. എനിക്കും എൻ്റെ മക്കൾക്കും ഒരു കുഞ്ഞു വീട് ആവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് എൻ്റെ മക്കൾക്കും വീട് പെട്ടെന്ന് ആവാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അതിന് നിങ്ങൾ സഹായിക്കണം. നിങ്ങളുടെ ഓരോരുത്തരുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. എന്താ പറയുക, ഈ നോമ്പ് കഴിയുമ്പോഴേക്കും എനിക്ക് മക്കളെയും കൊണ്ട് വാടക വീട്ടിൽ നിന്ന് നല്ലൊരു വീട്ടിലേക്ക് മാറണം എന്നുള്ള ഒരു ആശ ഉണ്ട്. അതും നല്ല വലിയ മണിമാളിക വേണമെന്നൊന്നുമില്ല, ഒരു കൊച്ചു വീടാണെങ്കിലും എനിക്ക് ആ വാടക കൊടുക്കുന്ന പൈസ എൻ്റെ മക്കളുടെ പഠിപ്പിന് ചിലവിനൊക്കെ ആക്കാം എന്നുള്ളൊരു മനസ്സിലൊരു ഇതുകൊണ്ട്. അപ്പം ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ എൻ്റെ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇതുകൊണ്ടോ ഒക്കെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ വീഡിയോയിലൂടെ തന്നെ ആയിരിക്കും, ലൈവിലൂടെ തന്നെ ആയിരിക്കും എൻ്റെ ദേഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ടാവുക, പുറത്ത് പറഞ്ഞിട്ടുണ്ടാവുക. അതൊക്കെ നിങ്ങൾ പൊരുത്തപ്പെട്ടാളി, അത്രയൊക്കെ ഉള്ളൂ. ഇതെല്ലാം എന്തിനാണെന്നറിയോ? ഇവളെ നോമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. മറ്റേ ഇവളെ ഈ ഒരു പരിപാടി ഇവൾ നിർത്തുകയും ചെയ്യില്ല. ഇപ്പം നോമ്പാകുന്നതുകൊണ്ട് എല്ലാവരെ കൊണ്ടൊരു പൊരുത്തപ്പെടിക്കലാണ്. ആ നോമ്പ് കഴിഞ്ഞാൽ വീണ്ടും ഇവൾ തെറ്റും. നിന്നെയും മക്കളെയും ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് നിന്നെ ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേങ്കിൽ നിൻ്റെ കയ്യിലിരിപ്പും നിൻ്റെ ബായിലിരിപ്പും കൊണ്ടാണ് നിന്നെ എല്ലാവരും റിപ്പോർട്ട് അടിച്ചിട്ട് ഒഴിവാക്കിയത്. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഷെരീഫ് കേട്ടോ, മണ്ണാർക്കാട് ഷെരീഫ് ഇവിടൊക്കെ. അപ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞ് നോമ്പൊക്കെയാണ് വരുന്നത്. ഞങ്ങളെല്ലാം ഷെരീഫിൻ്റെ അടുത്ത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കിയില്ലേ ഷെരീഫേ? അല്ലേ? അപ്പൊ എല്ലാം പൊരുത്തപ്പെട്ട് വന്ന് ഞാനും അവനോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഓക്കെ, അവളങ്ങനെ ഉമ്മി വൈഫൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവരുടെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഓക്കെ. ഷെരീഫിൻ്റെ മുഖം കണ്ടാൽ അറിയാം നീ ചെയ്തത് അവൻ പൊരുത്തപ്പെട്ടെന്ന്. അത് അവൻ്റെ മുഖത്ത് തന്നെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഷാജി ചെയ്ത കാര്യം പറഞ്ഞ കാര്യം ഷെരീഫ് ഷാജിദാക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തെന്ന് അവൻ്റെ മുഖത്ത് ഇങ്ങനെ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്.